എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാരായണീയം 38-ാം ദശകത്തിലെ 2-ാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം. ഹരേ നാരായണ. ആശാസു ശീതളതരാസു പയോദതോയൈരാശാസിദാപ്തി വിവശേഷു ച സജ്ജനേഷു നൈഷാകരോദയ വിധൗ നിശി മധ്യമായാം ക്ലേശാപഹസ്ത്രിജഗതാം തുമിഹാവിരാസേഃ. ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം. ആശാസു ശീതളതരാസു, ദിക്കുകളെല്ലാം നല്ലതുപോലെ തണുത്തപ്പോൾ. എങ്ങനെ? പയോദതോയൈ, വർഷക്കാലത്തിൽ പെയ്ത വെള്ളം കൊണ്ട്. ആശാസിതാപ്തി വിവശേഷു ച സജ്ജനേഷു, സജ്ജനേഷു എന്നാൽ സജ്ജനങ്ങൾ. വിവശേഷു ച പരവശരായി. എന്തു കാരണത്താൽ? ആശാസിതാപ്തി, അവർ ആശിച്ചത് കൈവരാൻ പോകുന്നു എന്നോർത്തിട്ട്. നൈഷാകരോദയ വിധൗ, ചന്ദ്രൻ ഉദിച്ച സമയത്ത്. നിശി മധ്യമായാം, അർദ്ധരാത്രിയിൽ. ക്ലേശാപഹ, ക്ലേശങ്ങളെ നീക്കുന്ന. ആരുടെയൊക്കെ ക്ലേശങ്ങളെ? ത്രിജഗതാം, 3 ലോകങ്ങളുടെയും. ത്വം, അങ്ങ്, അതായത് ഭഗവാൻ. ഇഹ, ഇവിടെ, നമ്മുടെ ഈ ലോകത്തിൽ. ആവിരാസി, അവതരിച്ചു. അങ്ങനെ 38-ാം ദശകത്തിൽ വരുന്ന കൃഷ്ണാവതാരം ഈ 2-ാമത്തെ ശ്ലോകത്തിലൂടെ സംഭവിച്ചിരിക്കുകയാണ്. ഭഗവാൻ ഈ ഭൂമിയിൽ അവതരിച്ചു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഹരി ഗോവിന്ദ. ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം. എന്താ പറയണേ? വർഷബിന്ദുക്കൾ ദിക്കുകളെ താപത്തിൽ നിന്ന് മുക്തമാക്കി തണുപ്പിക്കുകയും സത്തുക്കൾ തങ്ങളുടെ ആഗ്രഹ സാഫല്യമുണ്ടാകുന്നതറിഞ്ഞ് ആഹ്ലാദവിഹ്വലരായി തീരുകയും അഷ്ടമി ദിനത്തിലെ അർദ്ധരാത്രിയിൽ ചന്ദ്രബിംബം ഉദിച്ചു പൊന്തുകയും ചെയ്തപ്പോൾ ത്രിലോക താപഹരനായ അങ്ങ് ഈ ഭൂമിയിൽ ജാതനായി. ഹരേ കൃഷ്ണ.